നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. വിവാഹശേഷം രാമനും ലക്ഷ്മണനും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. വലിയ കാറ്റും കോളും ഉണ്ടായി. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. എല്ലാവരും പേടിച്ചു. അപ്പോഴാണ് കയ്യിൽ മഴുവുമായി ഒരു ഭീകര രൂപം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആരാണെന്നോ? പരശുരാമൻ. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണ് പരശുരാമൻ. അദ്ദേഹം വലിയ ദേഷ്യത്തിലായിരുന്നു. വിശ്വാമിത്ര മഹർഷിക്ക് പരശുരാമനെ മനസ്സിലായി. പക്ഷേ മറ്റുള്ളവരെല്ലാവരും പേടിച്ചു. പരശുരാമൻ നേരെ ശ്രീരാമന്റെ അടുത്തേക്ക് വന്നു. രാമ, നീയാണല്ലേ ശിവഭഗവാന്റെ വില്ലൊടിച്ചത്? അതോടിച്ച നിന്നോട് എനിക്ക് ദേഷ്യമുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ വില്ലെടുത്ത് അതിൽ ഞാൻ കെട്ടി അമ്പെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതിനു സാധിച്ചാൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും. പരശുരാമൻ ദേഷ്യത്തോടെയും അഹങ്കാരത്തോടുകൂടിയും പറഞ്ഞു. ഇതു കേട്ട് എല്ലാവരും ഞെട്ടി. ദശരഥ മഹാരാജാവ് പരശുരാമന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അങ്ങെൻ്റെ മകനെ ഒന്നും ചെയ്യരുതേ, അവനൊരു കൊച്ചുകുട്ടിയാണ്, അങ്ങ് ശാന്തനാകൂ. എന്നാൽ പരശുരാമൻ ദശരഥനെ ശ്രദ്ധിച്ചേയില്ല. അദ്ദേഹം വീണ്ടും രാമനോട് തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ചെയ്യാൻ നിനക്ക് കഴിയുമോ രാമ? രാമൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് പരശുരാമനോട് പറഞ്ഞു, മഹാമുനി, അങ്ങയുടെ ദേഷ്യം എനിക്ക് മനസ്സിലാകുന്നു. അങ്ങയുടെ ഗുരുനാഥന്റെ വില്ലൊടിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ ഞാനൊരു ക്ഷത്രിയനാണ്. വില്ലെനിക്ക് ബഹുമാനവുമാണ്. അങ്ങെനിക്ക് ഈ വില്ല് തന്നാലും. രാമൻ ഒരു മടിയുമില്ലാതെ പരശുരാമന്റെ കയ്യിൽ നിന്ന് ആ വില്ല് വാങ്ങി. അതും ശിവന്റെ വില്ലിനെ പോലെ അത്രയേറെ ഭാരമുള്ളതായിരുന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. രാമൻ വളരെ എളുപ്പത്തിൽ ആ വില്ലിൽ ഞാൻ കെട്ടി. എന്നിട്ട് പരശുരാമനെ നോക്കി പറഞ്ഞു, അങ്ങ് വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ നേർക്ക് അമ്പെയ്യാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഈ അമ്പിൽ എൻ്റെ ശക്തിയുണ്ട്. ഇതിനെ വെറുതെ കളയാനും പറ്റില്ല. ഞാൻ ഈ അമ്പ് അങ്ങയുടെ തപസ് കൊണ്ട് കിട്ടിയ ശക്തികളെയും സ്വർഗത്തിലേക്കുള്ള വഴിയെയും ഇല്ലാതാക്കട്ടെ. ഇത് കേട്ടതും പരശുരാമന്റെ മുഖത്തെ ദേഷ്യം മാറി. രാമൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പരശുരാമന്റെ എല്ലാ അഹങ്കാരവും അലിഞ്ഞുപോയി. പരശുരാമൻ വിനയത്തോടെ തലകുനിച്ചു പറഞ്ഞു, രാമ, എൻ്റെ ഗർവ്വ ശമിപ്പിച്ചത് നീയാണ്. എൻ്റെ തപോബലങ്ങളെല്ലാം ഈ അമ്പിലെടുത്ത് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്താലും എനിക്കിപ്പോൾ സത്യം മനസ്സിലായി. അങ്ങാണ് ലോകനാഥൻ. അങ്ങനെ രാമൻ ആ അമ്പ് തൊടുത്തുവിട്ട് പരശുരാമന്റെ അഹങ്കാരത്തെയും തപോബലത്തെയും ഇല്ലാതാക്കി. പരശുരാമൻ രാമനെ വണങ്ങി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. കൂട്ടുകാർക്ക് ഇന്നത്തെ ഭാഗം ഇഷ്ടമായോ? കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.